അന്തമില്ലാതെ നീളുന്ന ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഇന്നലെ അപൂർവമായൊരു സംഭവം നടന്നു. അതിനിർണായകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അമേരിക്കൻ നീക്കം രാജ്യാന്തര സമുദ്രമേഖലയിൽ വെച്ച് ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ മുക്കിക്കളഞ്ഞു. ശ്രീലങ്കൻ തീരത്ത് വെച്ചാണ് ഐറിസ് ദേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിനെ അമേരിക്ക അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോ ഉപയോഗിച്ച് ആക്രമിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്നതാണ് ഇതിനെ ശ്രദ്ധേയമാക്കുന്നത്. അതേസമയം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന യുദ്ധക്കപ്പലല്ല ആക്രമിക്കപ്പെട്ടത് എന്നതും അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നതാണ്. 180 പേരുണ്ടായിരുന്ന കപ്പലിലെ 80 പേരും കൊല്ലപ്പെട്ടതായി രക്ഷാപ്രവർത്തനം നടത്തിയ ശ്രീലങ്ക ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധം അനന്തമായി നീളുമെന്ന സൂചനകൾ നൽകി ഇസ്രയേൽ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇറാനിലെ സൈനിക ഭരണതലങ്ങളിൽ മാറ്റമാണ് യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നും അതുകൊണ്ടുതന്നെ സമയമെടുത്തേക്കാമെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. യുദ്ധത്തിനിടെ ആയത്തുള്ള അലി ഖമനേയുടെ മകനും അടുത്ത സുപ്രീം ലീഡറാകാൻ സാധ്യതയുള്ളതുമായ മുജ്തബ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. യുദ്ധത്തിൽ ഇറാനിൽ ഇതുവരെ 1000-ലധികം മനുഷ്യജീവനുകൾ പൊലിഞ്ഞതായി മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ഇറാന്റെ യുദ്ധക്കപ്പൽ രാജ്യാന്തര സമുദ്രമേഖലയിൽ വെച്ച് മുക്കിക്കളഞ്ഞ സംഭവം പല നിലയ്ക്കും നിർണായകമാണ് എന്നാണ് വിലയിരുത്തൽ. ഇതിൽ ഏറ്റവും പ്രധാനം രാജ്യാന്തര സമുദ്ര നിയമങ്ങൾക്കും ഐക്യരാഷ്ട്രസഭാ നിയമങ്ങൾക്കും എതിരാണ് ഈ സംഭവം എന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു സംഭവം എന്നതും രാജ്യാന്തര തലത്തിൽ കപ്പൽ മുക്കിയ സംഭവത്തെ ശ്രദ്ധേയമാക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ യുദ്ധക്കപ്പലിനെ, അതും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയല്ലാത്ത ഒരു യുദ്ധക്കപ്പൽ മറ്റൊരു രാജ്യത്തിന്റെ സൈന്യം ആക്രമിച്ച് തകർക്കുക എന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കപ്പൽ ആക്രമിച്ചു മുക്കിയത് തങ്ങളാണ് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ടോർപിഡോ ആക്രമണത്തിലൂടെയാണ് കപ്പൽ മുക്കിയത് എന്ന് അമേരിക്ക സമ്മതിച്ചു. ഇത് പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തെ മറ്റൊരു തലത്തിലേക്ക് നയിക്കും. ഇന്ത്യയിൽ സൈനികാഭ്യാസം നടത്തി മടങ്ങുകയായിരുന്ന കപ്പലാണ് മുക്കിയത്. യുദ്ധത്തിൽ പങ്കെടുക്കാത്ത തങ്ങളുടെ കപ്പൽ മുക്കിയതിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ ശ്രീലങ്കൻ തുറമുഖ നഗരമായ ഗോളിൽ നിന്ന് 74 കിലോമീറ്റർ അകലെ വെച്ചാണ് ഇറാനിയൻ കപ്പൽ തകർക്കപ്പെട്ടത്. ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് നടന്ന രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂവിലും നാവികാഭ്യാസത്തിലും പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ഈ സംഭവം. കപ്പലിൽ നിന്നുള്ള വിവരം ലഭിച്ചപ്പോൾ ശ്രീലങ്കൻ സേന തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇത് രാജ്യാന്തര സമുദ്രമേഖലയിലെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് ആക്രമണം നടന്നത് എന്ന വിമർശനം ശക്തമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സമുദ്ര നിയമ കൺവെൻഷൻ പ്രകാരം രാജ്യാന്തര സമുദ്രമേഖല സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇവിടെ ആക്രമണം പാടില്ല എന്നാണ് വ്യവസ്ഥ. യുദ്ധം നടത്തണമെങ്കിൽ പോലും UN രക്ഷാസമിതിയുടെ അനുമതി വേണമെന്നും നിയമം പറയുന്നു. പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് അമേരിക്കൻ നാവികസേന ഈ ആക്രമണം നടത്തിയത്. MK-48 ടോർപിഡോ ഉപയോഗിച്ചാണ് കപ്പൽ മുക്കിയത് എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഇതോടെ രാജ്യാന്തര തലത്തിൽ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ ദുർബലമായിരിക്കുന്നു എന്ന വിലയിരുത്തൽ ഏറെക്കുറെ ശരിയാണ് എന്ന് ബോധ്യപ്പെടും. നിലവിലെ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭ തങ്ങളോട് തിരിച്ച് ചോദ്യം ചോദിക്കില്ല എന്ന ധൈര്യം തന്നെയാകണം അമേരിക്കയെ ഇത്തരമൊരു ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. UN പ്രഖ്യാപിച്ച നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തി അമേരിക്ക ഈ ആക്രമണം നടത്തണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുകളിൽ സൂപ്പർ പവറായി വളരാനുള്ള അമേരിക്കൻ ശ്രമങ്ങളുടെ ഭാഗമായി കാണണം. UN രക്ഷാസമിതിയിലാണെങ്കിൽ പോലും അമേരിക്കയുടെ ഈ നീക്കം ചോദ്യം ചെയ്യപ്പെടില്ല എന്ന ധൈര്യവും അമേരിക്കയ്ക്കുണ്ട്. കാരണം അത്തരത്തിലൊരു പ്രമേയം UN അവതരിപ്പിക്കപ്പെട്ടാൽ പോലും അതിനെ വീറ്റോ പവർ ഉപയോഗിച്ച് അടിച്ചമർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇത്തരം ചില അനുമാനങ്ങൾ കൂടി ഇറാൻ യുദ്ധക്കപ്പൽ മുക്കിയതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. അതേസമയം കപ്പൽ ആക്രമണത്തിൽ 87 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 110 നാവികരെ കാണാതായതായി വിവരമുണ്ട്. മുങ്ങിയ കപ്പലിൽ നിന്ന് 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തിയെന്ന് ലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് പറഞ്ഞിരുന്നു. അതേസമയം US നാവികസേന ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് ഇറാനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന വാദം വിദേശകാര്യ മന്ത്രാലയം തള്ളി. ഇറാൻ കപ്പൽ US തകർത്തതിന് പിന്നാലെ ഇത്തരമൊരു വാദം US മുൻ പ്രതിരോധ ഉപദേഷ്ടാവ് ഡെക് മക് ഗ്രേഗറിന്റേതായി US മാധ്യമങ്ങളിൽ വന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇറാനിയൻ കപ്പൽ മുക്കാൻ ഇന്ത്യൻ തുറമുഖം ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം 5 ദിവസം പിന്നിടുമ്പോഴും
ഇരുവിഭാഗവും പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടുമായി മുന്നോട്ടു പോകുകയാണ്. യുദ്ധത്തിന്റെ ലക്ഷ്യം ഇറാനിലെ രാഷ്ട്രീയ സൈനിക തലങ്ങളിലെ ഭരണമാറ്റമാണ് എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന സൈനിക നടപടി എത്രത്തോളം നീളും എന്ന കാര്യത്തിൽ നിശ്ചയമില്ല എന്നാണ് ഗിഡിയോൺ പറയുന്നത്. അന്തിമ ലക്ഷ്യം കാണുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ലക്ഷ്യം ഭരണമാറ്റമാണ് എങ്കിലും പുതിയ സർക്കാരിനെ അടിച്ചേൽപ്പിക്കില്ല എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കുക ഇസ്രായേൽ അല്ലെന്നും അവിടുത്തെ ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത് എന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തലോടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുകയാണ്. ഇറാന്റെ ആണവ പദ്ധതി തടയുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അതിനായാണ് ആക്രമിക്കുന്നത് എന്നുമായിരുന്നു US-ഉം ഇസ്രായേലും പ്രത്യക്ഷത്തിലെടുത്ത നിലപാട്. എന്നാൽ മറ്റിടങ്ങളിൽ അഥവാ ഇറാഖിലും സിറിയയിലും വെനസ്വലയിലും അടക്കം ചെയ്തതുപോലെ ഭരണപരമായ അട്ടിമറി തന്നെയാണ് ലക്ഷ്യമിട്ടത് എന്ന് ഇതോടെ ഉറപ്പാകുകയാണ്. ഇറാനിലെ നിലവിലെ മതഭരണകൂടം അട്ടിമറിച്ച് അവിടെ തങ്ങളുടേതായ ഒരു പാവ ഗവൺമെന്റിനെ സ്ഥാപിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിടുന്നത്. 5 ദിവസത്തെ യുദ്ധത്തിനിടെ ഇറാനിലെ 2000-ലധികം കേന്ദ്രങ്ങളിലാണ് US-ഉം ഇസ്രായേലും ആക്രമണം നടത്തിയത്. നതാൻസിലെയും ഫോർദോവിലെയും ആണവ കേന്ദ്രങ്ങൾക്കെതിരെയും ആക്രമണമുണ്ടായി. ഇറാന് പുറമെ ലെബനിലും ഇസ്രായേൽ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ നീക്കം. ഇതുവരെ 1097 പേർ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക്. ടെഹ്റാനിലെ സുരക്ഷാ ആസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന കെട്ടിടങ്ങൾ തകർന്നു. ഖമനേയുടെ മകൻ മുജ്തബ ഖമനേയി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മുജ്തബയെ ഇറാന്റെ അടുത്ത നേതാവാക്കാനുള്ള നീക്കം നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പുതിയ പരമോന്നത നേതാവിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കെ ഇസ്രായേൽ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആരായാലും അയാൾ വധിക്കപ്പെടാനുള്ള തങ്ങളുടെ ലക്ഷ്യമായിരിക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച 10 ഡ്രോണുകളും 2 ക്രൂസ് മിസൈലുകളും തടഞ്ഞതായി ഖത്തർ അറിയിച്ചിട്ടുണ്ട്. 3 മിസൈലുകളും 121 ഡ്രോണുകളും വെടിവെച്ചിട്ടതായി UAE-യും അറിയിക്കുന്നുണ്ട്. ഇറാഖിന്റെയും സിറിയയുടെയും വ്യോമാതിർത്തിയിലൂടെ കടന്നുപോയ ഇറാനിൽ നിന്നുള്ള മിസൈൽ നാറ്റോയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി തുർക്കി അവകാശപ്പെട്ടു. UAE ലക്ഷ്യമിട്ട ഇറാൻ ഡ്രോണുകളെ റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ഫ്രാൻസും അവകാശപ്പെടുന്നു. എത്ര ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് എന്ന് വ്യക്തമല്ല. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഒരു നീണ്ട യുദ്ധത്തിന് ഇറാൻ തയ്യാറാണ് എന്നും ഇതുവരെ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട്. ഈ യുദ്ധത്തിനായി ആസൂത്രണം ചെയ്തതിനേക്കാൾ കൂടുതൽ കാലം പ്രതിരോധിക്കാനും ആക്രമണാത്മക പ്രതിരോധം തുടരാനുമുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്നുമാണ് പ്രതിരോധ മന്ത്രാലയ വക്താവ് റസ തലായിനിക് പറയുന്നത്. ഞങ്ങളുടെ എല്ലാ നൂതന ആയുധങ്ങളും ഉപകരണങ്ങളും ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം ഏതറ്റം വരെയും നീളാമെന്നാണ് ഇറാന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്.